أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്ത വിഷയം ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രവാചക രാഷ്ട്രീയം. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഇസ്ലാമിലെ യുദ്ധങ്ങൾ, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച്. ഇസ്ലാം ഒരു സമാധാന മതമാണെന്ന് പ്രമാണബദ്ധമായിട്ട് തെളിയിക്കുമ്പോഴും എങ്ങനെ യുദ്ധം അതിൻ്റെ ഒരു ചർച്ചാ വിഷയമായി മാറുന്നത് എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇസ്ലാം സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. സമാധാനത്തിലേക്കാണ് അതിൻ്റെ ക്ഷണം. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മതമാണ് ഇസ്ലാം. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജഉസ്സലാം ഹയ്ന റബ്ബനാ ബിസ്സലാം വദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. സമാധാനം കാക്ഷിക്കുന്ന മതത്തിൽ എങ്ങനെ യുദ്ധം ചർച്ച വരുന്നു? ഇത്രമേൽ ഒരുപാട് ആരോപണങ്ങൾ ഇസ്ലാമിനെതിരെ വന്നപ്പോഴും, പടിഞ്ഞാറ് ഇസ്ലാമിനെ ഭീകര മതമായി ചിത്രീകരിച്ചപ്പോഴും ബർനാഡ് ഷാ അതേക്കുറിച്ച്, ആ വിമർശനങ്ങളെക്കുറിച്ച് പഠിച്ചു പറഞ്ഞത്, I have studied him, the wonderful man, and in my opinion, far from being an antichrist, he must be called the savior of humanity. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാഷ്ട്രീയത്തെ ഒരുപാട് അധിക്ഷേപിച്ചു സംസാരിച്ചപ്പോൾ, ഒരുപാട് ആരോപണങ്ങൾ പ്രവാചകർക്കെതിരെ വന്നപ്പോൾ, യുദ്ധക്കൊതിയനായി ചിത്രീകരിച്ചപ്പോൾ ബർനാഡ് ഷാ പറഞ്ഞത്, നിങ്ങൾ ചിത്രീകരിക്കുന്നത് പോലെ ഒരു ആൻറ്റി ക്രൈസ്റ്റ് അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി, ഈ മൊത്തം ലോക ജനതയുടെ വിമോചകനായിട്ടാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. വീണ്ടും അദ്ദേഹം തുടരുകയാണ്, I believe that if a man like him were to assume the dictatorship of the modern world, he would succeed in solving its problems in a way that would bring it the much needed peace and happiness. ഈ ലോകത്തിൻ്റെ സർവാധിപത്യം, ഈ മോഡേൺ യുഗത്തിൻ്റെ സർവാധിപത്യം പ്രവാചകനിൽ നിക്ഷിപ്തമാണെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പോലെ ഒരു വളരെ പീസ്ഫുള്ളായിട്ടുള്ള, വളരെ സമാധാനവും ശാന്തിയും നിറഞ്ഞ, സന്തോഷം കളിയാടുന്ന ഒരു ലോകത്തെ അദ്ദേഹം സാധ്യമാക്കുമായിരുന്നു. I have prophesied about the faith of Muhammad that it would be acceptable to the Europe of tomorrow as it is bringing to be acceptable to the Europe of today. ഇന്ന് യൂറോപ്പിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതം സ്വീകാര്യയോഗ്യമായിരിക്കുകയാണ്, അത് സ്വീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇത് കൂടുതൽ സ്വീകാര്യയോഗ്യമാകുന്ന ഒരു പ്രത്യയശാസ്ത്രമായിട്ട് വളരുമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ഇത്തരം ഒരു പ്രത്യയശാസ്ത്രത്തെ എങ്ങനെ യുദ്ധവുമായി ചേർത്തി വായിക്കുന്നു? യുദ്ധം ഇസ്ലാമിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണോ എന്ന് പരിശോധിക്കുകയാണ് ഇവിടെ. അതേക്കുറിച്ച് കൂടുതൽ വിശകലനങ്ങൾക്ക് വേണ്ടി റഹ്മത്തുള്ളാഹി സഖാഫി ഉസ്താദിനെ ക്ഷണിക്കുകയാണ്. പ്രവാചകരുടെ രാഷ്ട്ര സങ്കല്പവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത്. അത് സമാധാനത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവം. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അന്ന് അവിടുത്തെ ജൂത പണ്ഡിതന്മാരുടെ തലപ്പത്തുണ്ടായിരുന്ന ആളാണ് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു. പ്രവാചകൻ വന്നു എന്ന് കേട്ട് തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് ആ സവിധത്തിലേക്ക് അതിശീഘ്രം ഓടിച്ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നു, ഫഅവ്വലു മാ സമിഅതു മിൻഹു, അന്ന് ആദ്യമായി പ്രവാചകനിൽ നിന്ന് ഞാൻ കേട്ട വാക്കുകൾ അഫ്ശുസ്സലാം വഅത്ഇമു ത്വആം വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ബുദ്ധിമാനായ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിൻ്റെ ആകത്തുക
ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു മതം വിഭാവനം ചെയ്യുന്ന ഒന്നാമത്തെ ആശയം എന്താണ്? അഫ്ശുസ്സലാം. നിങ്ങൾ സമാധാനത്തിൻ്റെ സന്ദേശത്തെ വ്യാപിപ്പിക്കുക. എവിടെയും ശാന്തിയും സമാധാനവും ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയും. ശാന്തിയില്ലാത്തൊരു അന്തരീക്ഷത്തിൽ ഒരിക്കലും വികസനം കടന്നു വരില്ല. ഇടയ്ക്കിടയ്ക്ക് കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്ന ഒരു നാട്ടിലേക്ക് ആരും വ്യവസായം കൊണ്ടുവരില്ല. സമാധാനമാണ് ആദ്യ ഒരു രാജ്യത്തിന് വേണ്ടത്. അതുകൊണ്ട് ആദ്യത്തെ പ്രവാചകരുടെ സന്ദേശം സമാധാനം, അത് സ്ഥാപിക്കുക എന്നാണ്. രണ്ടാമതായ ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടത് എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉണ്ടാവണം. പട്ടിണി കിടക്കുന്ന ഒരാളോട് ആത്മീയത പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല. വയറിൻ്റെ വിശപ്പ് മാറണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു, വാ ത്വഇമു ത്വആം, നിങ്ങളെല്ലാവർക്കും ആഹാരമുണ്ടാക്കി ഭക്ഷിപ്പിക്കുക. അതൊരു വാക്കിലൊതുക്കാതെ പ്രയോഗവൽക്കരിക്കാനുള്ള ബൃഹത്തായ സംഗതികൾ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക. പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, ഔസ് ഖസ്റജ് മദീനയിലെ പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങളാണ്. അത് ജ്യേഷ്ഠനും അനുജനാണ്. യമനിൽ നിന്ന് കുടിയേറിയ ജ്യേഷ്ഠനും അനുജനാണ് ഔസും ഖസ്റജും. അവർ പെറ്റുപെരുകി അവരുടെ ഗോത്രത്തിന് പിന്നീട് അവരെ പേര് വന്നു. പരസ്പരം കലഹിച്ച് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമൂഹത്തോടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത്, നിങ്ങൾ കുടുംബബന്ധം പുലർത്തണം. നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുക. നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല സുരക്ഷിത രാഷ്ട്രം ഉണ്ടാകുക. അതുകൊണ്ട് കുടുംബങ്ങളുടെ ഭദ്രതയും ഐക്യവും അതൊരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് അനിവാര്യമാണ്. ഈ 3 കാര്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് ആത്മീയ കാര്യങ്ങളെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത്. വസൊല്ലു വന്നാസുനിയ, ആളുകളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് തീർത്തും നിഷ്കളങ്കമായ ഇഖ്ലാസിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു നിസ്കാരമാണ് രാത്രിയിലെ നിസ്കാരം. വേറെ ആരും കാണാൻ വേണ്ടിയില്ല, ആളുകൾ ഉറങ്ങുന്ന സമയത്ത്. അത് ശരിയായ ആത്മീയതയുടെ നിദർശനമാണ്. ആ നിസ്കാരം നിങ്ങൾ നിർവഹിക്കുകയും ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടെ ഒരലട്ടലുമില്ലാതെ സ്വർഗപ്രവേശം ലഭിക്കും. ഇതായിരുന്നു പ്രവാചകരുടെ തിരു അതരത്തിൽ നിന്ന് ആദ്യമായി ഞാൻ കേട്ട വാക്കുകളെന്ന് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു പറയുകയും ആ സ്പോട്ടിൽ തന്നെ ഇത് ബൃഹത്തായ ഒരു ജീവിത വ്യവസ്ഥിതിയാണ്, ഒരു ജീവിത പദ്ധതിയാണ്, ഇത് നേരത്തെയുള്ള പ്രവാചകന്മാരൊക്കെ പ്രബോധനം ചെയ്തതിൻ്റെ പരിപൂർത്തീകരണമാണ് എന്ന് ബോധ്യം വന്ന് അവിടെ വെച്ച് വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രസങ്കല്പം ഇസ്ലാം മുന്നോട്ട് വെക്കുമ്പോൾ ഇസ്ലാം എന്നത് തീർത്തും സമാധാനമാണ്. അതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് വിധേയത്വമാണ്, വിനയമാണ്, എടുത്തു ചാടാതിരിക്കലാണ്. അത് യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത് സമാധാനം എന്ന ആശയത്തെയാണ്. യജമാനനായ റബ്ബിന് മുമ്പിൽ സമ്പൂർണ്ണമായും വിധേയപ്പെടുന്ന ഒരാൾ ഒരിക്കലും എടുത്തുചാട്ടക്കാരനാവില്ല. ആ മുസ്ലിം മറ്റൊരാളെ കാണുമ്പോൾ അഭിവാദ്യം അർപ്പിക്കുന്നത് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥന. ഇത് വ്യാപകമായി നടക്കുകയാണ്. വീട്ടിലും അകത്തും പുറത്തും പള്ളിയിലുമൊക്കെ സലാം വ്യാപിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ പ്രാർത്ഥന നിസ്കാരമാണ്. ആ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ നല്ല മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാതെ നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നില്ല. നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ഇടത്തും വലത്തും തിരിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, എല്ലാവർക്കും ശാന്തി നേർന്നുകൊണ്ടാണ് നിസ്കാരം സമാപിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാലും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം വ ഇലൈക ഇർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. പടച്ചവനെ, സമാധാനത്തിൻ്റെ ഉത്ഭവം നിന്നിലേക്കാണ്, അസമാധാനമുണ്ടായാൽ അതിൻ്റെ മടക്കവും നിന്നിലേക്കാണ്. അതുകൊണ്ട് ശാന്തമായ സമാധാനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാതെ ഒരു മുസ്ലിം നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നില്ല. ഇതിലൊക്കെ ഉപരിയായി ഒരു മുസ്ലിമിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ എന്താണ്? വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിൻ്റെ ഭവനമാകുന്ന സ്വർഗത്തിലേക്കാണ് അള്ളാഹു വിളിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും ശാന്തിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അതിനെയാണ് പ്രവാചകർ ഇവിടെ പ്രബോധനം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ പിന്നെ
ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധങ്ങൾ കടന്നു വരുന്നത് എങ്ങനെയാണ്, ഏത് അനിവാര്യ ഘട്ടത്തിലാണ് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് വിശദീകരിക്കും. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സമാധാനം, സലാം അല്ലേ, സമാധാനം, പരിരക്ഷ എന്നീ കാര്യങ്ങൾ, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സമാധാനം 4-5 കാര്യങ്ങളുടെ പരിരക്ഷയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ശരീരത്തിൻ്റെ പരിരക്ഷ. മറ്റൊന്ന്, മനുഷ്യരുടെ ബുദ്ധിയുടെ പരിരക്ഷ, അഭിമാനത്തിൻ്റെ പരിരക്ഷ, അങ്ങനെ തുടങ്ങി മതത്തിൻ്റെ പരിരക്ഷ. ഇങ്ങനെ 4-5 കാര്യങ്ങളുടെ പരിരക്ഷ, ഹിഫ്ലുൻ നഫ്സ്, ഹിഫ്ലുൽ അഖിൽ എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളുടെ പരിരക്ഷയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സമാധാനം എന്ന് പറയുന്നത്. സമാധാനമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് എന്നത് നാം ഒരിക്കലും തള്ളുന്ന കാര്യമല്ല. വിശുദ്ധ ഖുർആൻ തന്നെ നിങ്ങൾ നോക്കൂ, അഹ്സാബ് യുദ്ധം, അത് യുദ്ധം ഇല്ലാതെ, യുദ്ധം എന്ന് പറഞ്ഞാൽ ഗസ്വത്തുൽ അഹ്സാബ്, ഗസ്വത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനുള്ള പോക്ക്, യുദ്ധത്തിന് പുറപ്പെടുക എന്നതാണ്. ശക്തമായ ഒരു യുദ്ധത്തിൽ അത് കലാശിച്ചിട്ടില്ല. അത് ശത്രുക്കൾ കാറ്റടിക്കുകയും മറ്റു കാരണങ്ങളാലും പിൻവാങ്ങിയാണ് അത് കലാശിച്ചത്. അതിനെ പരാമർശിക്കവേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കാണാം, കഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ, മുഅ്മിനീങ്ങൾ അല്ലാഹു തആല യുദ്ധത്തിൽ നിന്ന് കാത്തു. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് നാം ആഗ്രഹിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നോ, അല്ലെങ്കിൽ കുറേ ആളുകളെ കൊന്നു തള്ളാൻ വേണ്ടി മോഹിക്കുന്ന ഒരു ജനസമൂഹമാണ് മുസ്ലിങ്ങൾ എന്നോ വിചാരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് ഈ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നമുക്ക് വിശുദ്ധ ഹദീസിലേക്ക് ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അഖ്ബഹുൽ അസ്മാഇ ഹർബുൻ വ മുറാഹ്, ഏറ്റവും മോശമായ ഗർഹനീയമായ നാമം അത് ഹർബ് ആണ്. എന്താണ് ഹർബ് എന്ന് പറഞ്ഞാൽ? വാർ, യുദ്ധം. യുദ്ധം എന്ന പേറാൻ തന്നെ പാടില്ല. അതത്രയും ഗർഹണീയമായ നീചമായ ഒരു നാമമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ തെര്യപ്പെടുത്തുകയാണ് ഇവിടെ. എങ്കിൽ പിന്നെ എന്തിന് ചില യുദ്ധങ്ങൾ ഇവിടെ നടന്നു എന്നതാണ്. അത് ഹിഫ്ലുൽ നഫ്സ്, ഹിഫ്ലുദ്ദീൻ എന്നീ 2 പരിരക്ഷകൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുമ്പോൾ, അതുപോലെ തന്നെ സുഗമമായ രൂപത്തിൽ നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാൻ ഉള്ള അവസരം നിഷേധിക്കപ്പെടുമ്പോൾ, അതിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ഇസ്ലാം അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ള ഒരു നിവൃത്തിക്കേട് കൊണ്ട് നാം ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരു കാര്യം മാത്രമാണ് ജിഹാദ്, അല്ലെങ്കിൽ ജിഹാദിൻ്റെ ഒരു മുഖം മാത്രമാകുന്ന ഖിതാല് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതെ ഉസ്താദ് ഇപ്പോൾ പറഞ്ഞത് ഒരു അനിവാര്യ സാഹചര്യം, അതാണ് യുദ്ധത്തെ ഉണ്ടാക്കുന്നത് എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മൾ പഠിപ്പിച്ചത് ലാ തതമന്നൂ ലിഖാ അൽ അദുവി, ശത്രുവിനെ കാണാൻ നമ്മൾ കൊതിച്ചു പോകരുത് എന്നാണ്. പക്ഷേ യുദ്ധമുഖത്തെത്തിയാൽ പിന്നെ നമ്മൾ പിന്തിരിഞ്ഞോടാനും പാടില്ല. നമുക്ക് ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം തന്നെ ആലോചിച്ചാൽ ഇത് മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ യുദ്ധം എന്ന് പറയുമ്പോൾ സാധാരണ ഇസ്ലാമിൽ അതിന് പ്രയോഗിക്കുന്ന പദം അൽ ജിഹാദ് എന്നാണ്. ജിഹാദ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം എല്ലാവർക്കും അറിയാം, കഠിനാധ്വാനം എന്നാണ്. ഒരാൾ ഒരു പിക്കാസ് എടുത്ത് രാവിലെ തൊട്ട് ഭയങ്കര ജോലിയാണ്, അയാൾ വൈകുന്നേരമായിട്ടും നിർത്തുന്നില്ല. അയാളെ കണ്ടാൽ നമ്മൾ പറയുക എന്ത് ജിഹാദാണ് നടത്തുന്നത്, വല്ലാത്ത കഠിനാധ്വാനമാണ് അയാൾ നടത്തുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ എന്താണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മളിവിടെ പരിചയപ്പെടുത്തിയ സമാധാനത്തിൻ്റെ സന്ദേശമായ ഇസ്ലാം, അത് മുസ്ലിങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു കൂട്ടർക്ക് മാത്രമുള്ളതല്ല. അത് മാനവ സമൂഹത്തിന് മുഴുവനും സ്രഷ്ടാവായ അള്ളാഹു നൽകിയ ജീവിത വ്യവസ്ഥിതിയാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ള കഠിനാധ്വാനമാണ്
യഥാർത്ഥത്തിൽ വിശാലാർത്ഥത്തിലുള്ള അൽ ജിഹാദ്. ആ അർത്ഥത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാം ഒരു ജിഹാദാണ്. നമ്മുടെ പ്രഭാഷണങ്ങൾ, എഴുത്തുകൾ, നമ്മുടെ മുഖാമുഖങ്ങൾ, ഇങ്ങനെ തുടങ്ങി മദ്രസ, എല്ലാ സംവിധാനവും ഇസ്ലാമത പ്രബോധനത്തിൻ്റെ ഭാഗമായ ജിഹാദിൻ്റെ ഭാഗമാണ്. അതിലൊരു ചെറിയ പാർട്ട് മാത്രമാണ് ഖിതാൽ, സായുധ പ്രതിരോധം. അതിന് ചില സാഹചര്യങ്ങളുണ്ട്, ചില നിബന്ധനകളുണ്ട്. അത് ആർക്കും എപ്പോഴും ചെയ്യാവുന്നതല്ല. അതിൻ്റെ ഒന്നാമത്തെ നിബന്ധന പറഞ്ഞു വരുമ്പോഴാണ് ബദറിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ പരാമർശിക്കേണ്ടി വരിക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 40-ാം വയസ്സിലാണല്ലോ പ്രബോധനം ആരംഭിക്കുന്നത്. എന്നാൽ 3 വർഷം വളരെ രഹസ്യമായിട്ടാണ് പ്രബോധനം ചെയ്തത്. 3 വർഷത്തിന് ശേഷമാണ് പരസ്യ പ്രബോധനം ആരംഭിച്ചത്. അതുവരെ എല്ലാവർക്കും അൽ അമീനായ, രാജ്യത്തിന് ആവശ്യമുള്ള അവരുടെ എല്ലാ വസ്തുക്കളും സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന വിശ്വസ്തനാണ് മുത്തുനബി. ഈ പ്രചരണം പരസ്യമായി ആരംഭിച്ചത് മുതൽ ശത്രുത ആരംഭിച്ചു. പ്രവാചകരുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുയായിയും മക്കക്കാർ തന്നെ അവരുടെ പല വിധി തീർപ്പിനും ഏൽപ്പിച്ചിരുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ പരസ്യമായി കഅബയുടെ മുറ്റത്ത് വെച്ച് അടിച്ച് അവിടത്തേക്ക് കണ്ണും മൂക്കും ഒന്നാകുന്ന വിധത്തിൽ വീങ്ങി വേദനിക്കുന്ന അക്രമം കാണിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കയിലെ പ്രഗത്ഭ കുടുംബാംഗമാണ്, എല്ലാവർക്കും വേണ്ടപ്പെട്ടയാളാണ്. പക്ഷേ മഹാനവറുകളെ കഠിനമായി പീഡിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം നാട് വിട്ട് എത്യോപ്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനും നല്ല ധീരനായ ചെറുപ്പക്കാരനുമാണ്. കെട്ടിയിട്ട് താഴെ പുകയിട്ട് മഹാനവറുകളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള അടിമകളെ മാത്രമല്ല, ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പൗരപ്രമുഖരെ അടക്കം പീഡിപ്പിച്ചു. മഹാനായ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിൻ്റെ പുറത്തൊരു വലിയ കുഴി രൂപപ്പെട്ടു. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇരുമ്പിൻ്റെ ചീളുകൾ പഴുപ്പിച്ച് നിലത്ത് പാകി വെച്ച് അതിൻ്റെ മേലെ കടത്തിയപ്പോൾ ഉണ്ടായ കുഴികളാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലത്തും ആ കുഴി തൂർന്നു പോയിട്ടില്ല. അത്ര ഭീകരമായ പീഡനങ്ങളായിരുന്നു. മഹാനവറുകളുടെ ഉമ്മ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ അബൂജഹിൽ നേരിട്ടാണ് ചാട്ടുളി അവിടുത്തെ ശരീരത്തിൻ്റെ നടുഭാഗത്തേക്ക് കുത്തിയിറക്കി കൊന്നുകളഞ്ഞത്. ഇങ്ങനെ പ്രവാചകരെയും അനുയായികളെയും നിരന്തരം പീഡിപ്പിക്കുകയും നാട് വിട്ടുപോകാൻ അവർ നിർബന്ധിതരാകുകയും ചെയ്ത സമയത്ത് ആ സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചിരുന്നു, ഇതിന് പ്രതിരോധിക്കേണ്ടതില്ലേ, ഇതിന് പ്രതികാരം ചെയ്യേണ്ടതില്ലേ? ആ കാലഘട്ടത്തിൽ അള്ളാഹു 70 ചില്ലാനം ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തുകളിൽ മുഴുവനും നൽകിയ സന്ദേശം എന്താണ്? നിങ്ങൾ അക്രമത്തെ അക്രമം കൊണ്ട് നേരിടരുത്. ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം. നിങ്ങൾ ഒരിക്കലും അക്രമത്തെ അക്രമം കൊണ്ട് നേരിടരുത്, നിങ്ങൾ അനീതിയെ നീതി കൊണ്ട് നേരിടുക. എന്നാൽ നിങ്ങളുടെ എതിരാളികൾ നിങ്ങളുടെ ആത്മമിത്രങ്ങളായി കാണുന്നത് നിങ്ങൾക്ക് കാണാം. ഇതായിരുന്നു ഖുർആൻ്റെ സന്ദേശം. അതുകൊണ്ട് തന്നെ മക്കയിൽ ഇത്ര വലിയ പീഡനങ്ങൾ ഉണ്ടായിട്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ എന്തുകൊണ്ട് സമ്മതിച്ചില്ല? അതിൻ്റെ ഉത്തരം അത് ഇവർക്ക് അംഗബലമില്ലാത്തതുകൊണ്ട് എന്നല്ല, അതൊരു കാരണമായേക്കാം. പക്ഷെ എന്നാലും സാധിക്കുന്ന രീതിയിൽ പ്രതികരിച്ചൂടെ? പക്ഷെ പ്രതികരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? സിവിലിയന്മാർ ആയുധമെടുക്കുക എന്നത് ഇസ്ലാം അംഗീകരിക്കുന്ന സംഗതിയല്ല. സിവിലിയന്മാർ ആയുധമെടുത്ത് ഒരു സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുക എന്നത് അപ്രാപ്യമാണ്. ലോക ചരിത്രതാണ്. നമ്മളെ നാട്ടിൽ തന്നെ നോക്കൂ നിങ്ങൾ, LTT നമുക്ക് പരിചയമുണ്ട്. എത്ര കാലം അവർ പോരാടി, എന്ത് ആ സമുദായത്തിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞത്? കാശ്മീരിൽ ആയുധമെടുത്ത് പോരാടിയവർക്ക് എന്താണ് അവരുടെ കാശ്മീരിലെ ജനങ്ങൾക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞത്? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്, ഇവിടെ മാവോയിസ്റ്റുകൾ പ്രവർത്തിച്ചില്ലേ, അവർക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞു? ആർക്കും സിവിലിയന്മാർ ആയുധമെടുത്തിട്ട് സമാധാനമുണ്ടാക്കുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അതിനെ അനുവദിച്ചില്ല. പിന്നീട് പ്രവാചകരും അനുയായികളും മക്ക വിട്ടു പോയി മദീനയിലെത്തി, ഒരു രാഷ്ട്രം സ്ഥാപിച്ചു. ആ രാജ്യം സുസ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വ്യവസ്ഥകൾ നേരത്തെ നമ്മൾ പറഞ്ഞു. അതനുസരിച്ച് അതിനെ കെട്ടിപ്പടുക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മക്കയിലെ ശത്രുക്കൾ അടങ്ങിയില്ല. അവർ മദീനയെ അതിൻ്റെ മുളയിലെ തകർത്ത് കളയാൻ വേണ്ടി മക്ക വിട്ടുപോയ വിശ്വാസികളുടെ സമ്പത്തെടുത്ത് യുദ്ധ ഫണ്ട് രൂപീകരിക്കുകയാണ്. അത് വികസിപ്പിക്കാനുള്ള യാത്ര മദീനയിലൂടെ തന്നെ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ന്യായമായും നമ്മുടെ സമ്പത്തെടുത്ത് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ നമ്മുടെ നാട്ടിലൂടെ കച്ചവടം നടത്തുന്ന അനീതിക്കെതിരെ
പ്രതികരിക്കണം. അതുകൊണ്ട് അവർ നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സമ്പത്ത് അവരെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങണം എന്ന ഉദ്ദേശത്തോടെയാണ് പ്രവാചകരും വളരെ തുച്ഛം വരുന്ന നിരായുധരായ അനുയായികളും ബദറിലേക്ക് പുറപ്പെടുന്നത്. എന്നാൽ ഒരു യുദ്ധം ഉദ്ദേശിച്ച് പുറപ്പാടല്ലത്. ഒരു കച്ചവട സംഘത്തിൽ നിന്ന് തങ്ങളുടെ സ്വത്ത് പിടിച്ചു വാങ്ങാനുള്ള പുറപ്പാടാണ്, യുദ്ധത്തിന് വേണ്ടിയല്ല. ആ സാഹചര്യത്തിലാണ് മക്കക്കാർ 1000 വരുന്ന ഒരു വലിയ സേനയുമായി മദീനയിലേക്ക് മാർച്ച് ചെയ്യുന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിയുന്നത്. ആ രാജ്യത്തെ രക്ഷിക്കേണ്ട കടമ രാഷ്ട്രത്തെ ഭരിക്കുന്നവർക്കുണ്ട് എന്ന് ഉണർത്തിയാണ് സൂറ അൽ ഹജ്ജിലെ 39-ാമത്തെ സൂക്തം അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഉദിന ലില്ലദീന യുഖാത്തലൂന ബി അന്നഹും ദുലിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ആക്രമിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനതക്ക് പ്രതിരോധിക്കാൻ അള്ളാഹു സമ്മതം കൊടുത്തിരിക്കുന്നു. ഈ സമ്മതം കൊടുത്തിരിക്കുന്നു എന്ന പ്രയോഗം തന്നെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. 70 ചില്ലാനം ആയത്തുകളിലൂടെ നേരത്തെ നിരോധിക്കപ്പെട്ടത് കൊണ്ടാണ് സമ്മതം നൽകിയെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഭരണകൂടം സമാധാനം നിലനിർത്താൻ, തൻ്റെ രാജ്യത്തെ ജനങ്ങളെ സമ്പത്തും ശരീരവും രക്ഷപ്പെടുത്താൻ നടത്തുന്ന പ്രതിരോധമാണ് ഇസ്ലാമിലെ സായുധ പ്രതിരോധം. അത് ജിഹാദിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ പ്രധാന നിബന്ധന അത് ഭരണകൂടമേ നടത്താൻ പാടുള്ളൂ, സിവിലിയന്മാർ നടത്താൻ പാടില്ല. സിവിലിയന്മാർ ആയുധമെടുക്കാൻ, അവരവരെ സമുദായത്തെ സംരക്ഷിക്കാൻ ആയുധമെടുക്കുന്നത് അശാന്തി പരത്തും, അത് തീവ്രവാദമായി മാറും. ഇതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. പറഞ്ഞു വരുമ്പോൾ, ആക്ഷേപങ്ങൾ വരുമ്പോൾ ഇസ്ലാം മാത്രമാണ് യുദ്ധത്തെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വിശദീകരിച്ച പോലെ വളരെ അനിവാര്യമായ ഘട്ടത്തിൽ ഗതികോട് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനമായിരുന്നു ഇസ്ലാമിലെ യുദ്ധങ്ങളെന്ന് മനസ്സിലായി. എന്നാൽ യുദ്ധത്തിൻ്റെ ചരിത്രം കേവലം ഇസ്ലാമിൻ്റേത് മാത്രമാണോ? മറ്റുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ യുദ്ധത്തിൻ്റെ ചരിത്രം എങ്ങനെയാണ്, എവിടെയാണ് എന്നതിനെക്കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പുഴക്കാട്ടി ഉസ്താദ് സംസാരിക്കും. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ മാത്രം ഇങ്ങനെ ഒരു പ്രതിരോധത്തിൻ്റെ രീതിയിൽ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു വിഷയമാണോ യുദ്ധം എന്നുള്ളത്. ചരിത്രത്തിൽ ഉടനീളം യുദ്ധം നടന്നിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ കുറേ ഗുണകരമായ ഫലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് തെറ്റിദ്ധരിക്കാൻ പറയുന്നതല്ല, യുദ്ധത്തിന് കുറേ ഗുണകരമായ ഫലങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ യുദ്ധം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഉണ്ട്. പണ്ട് USSR തകർന്ന ആ കാലഘട്ടത്തിൽ വാഷിങ്ടൺ പോസ്റ്റ് പോലെയുള്ള അമേരിക്കൻ പത്രങ്ങളിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചത് തന്നെ ചുവന്ന ചെകുത്താൻ അവസാനിച്ചു, ഇനി ഇസ്ലാം എന്നായിരുന്നു. ആ ഒരു മൈൻഡിലാണ് പലിശ പോലെയുള്ള, അല്ലെങ്കിൽ നഗ്ന സ്ത്രീകളുടെ മേനികൾ പ്രദർശിപ്പിച്ചുള്ള എല്ലാ അർത്ഥത്തിലുള്ള ബിസിനസ് സംഗതികളൊക്കെ, അതായത് ധർമ്മച്യുതിയെ ശക്തമായി എതിർക്കുന്ന ഈ ഒരു പ്രസ്ഥാനം എങ്ങനെയെങ്കിലും അവമതിക്കപ്പെടണം. അതുകൊണ്ടാണ് പൊതുവെ സമാധാനം കാംക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാം ഒരു യുദ്ധം സമം ഇസ്ലാം എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പഴയ നിയമം ബൈബിൾ പരിശോധിച്ചാൽ യുദ്ധത്തിൻ്റെ നിര നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേലെ രക്ഷപ്പെടുത്താൻ വേണ്ടി യഹോവ തന്നെ നേരിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാം യുദ്ധം അനുവദിച്ചപ്പോൾ തന്നെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കുറേ നിബന്ധനകളോടുകൂടെയാണ് അനുവദിച്ചത്. മുഖത്ത് ആക്രമിക്കാൻ പാടില്ല, ഇങ്ങോട്ട് എതിർക്കുന്നവനോട് എതിർക്കാൻ പാടുള്ളൂ, പിന്തിരിഞ്ഞവനെ പിന്നെ ആക്രമിക്കാൻ പാടില്ല, സ്ത്രീകളെ, രോഗികളെ, കുഞ്ഞുങ്ങളെ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല. അതേപ്രകാരം ഈ പ്രകൃതിയുടെ മതമായ ഇസ്ലാം ഈ ചെടികളെയും കൃഷികളെയും നശിപ്പിക്കാൻ പാടില്ല, കന്നുകാലികളെ നശിപ്പിക്കാൻ പാടില്ല. വ്യാപകമായ അനർത്ഥം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ ഒരു കൃത്യമായ ധർമ്മ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഇസ്ലാം ചെയ്തത്. നേരെ മറിച്ച് സംഖ്യാപുസ്തകത്തിലൊക്കെ പറയുന്ന യുദ്ധം, ബൈബിളിലെ ഒരു പഴയ നിയമത്തിലെ പ്രധാന ഒരു പുസ്തകമാകുന്ന സംഖ്യാപുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൽ ഈ മോശസ് പ്രവാചകനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. എന്ന് വെച്ചാൽ ആ ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്നൊരു ഭാഗം അവതരിപ്പിക്കുന്നത് ദൈവം കൽപ്പിച്ചതുപോലെ മിദ്യാന്മാരോട് യുദ്ധം ചെയ്തു. എന്നിട്ട് അവിടെയുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ മൊത്തം അത് ബൈബിളിൻ്റെ പ്രയോഗം എന്താണെന്ന് വെച്ചാൽ പുരുഷനെ അറിഞ്ഞ സ്ത്രീകളെ മൊത്തം കൊന്നുകളഞ്ഞു. പുരുഷനെ അറിയാത്ത സ്ത്രീകളെ അവർക്ക് വേണ്ടി എടുത്തു വെച്ചു. ഇത് നമ്മളൊരു വിമർശനത്തിന് പറയല്ല. യുദ്ധം കഴിഞ്ഞ് വന്ന ആളുകളോട് മോശ പ്രവാചകൻ ചൂടാവുകയാണ്. എന്തുകൊണ്ട്?
നിങ്ങൾ എന്തുകൊണ്ടാണ് കുറേ പെണ്ണുങ്ങളെയൊക്കെ കൊല്ലാതെ വെച്ചത്? പിന്നെ കൃഷിയിടങ്ങൾ മൊത്തം തകർത്തു, രോഗികളെയും വൃദ്ധരെയും ഭവനം കത്തിച്ച് നശിപ്പിച്ചു. ഇതിനെക്കുറിച്ച് ഈ 31-ാം അധ്യായത്തിൽ സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് ദൈവം കൽപ്പിച്ചതുപോലെ മോശസ് പ്രവർത്തിച്ചു എന്നാണ്. ഇതൊരു കുറ്റം പറയാനല്ല, ആ ഭാഗം അടർത്തിയെടുത്ത് ചിലപ്പോൾ ആരോപിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇസ്ലാം നീതിയോടൊപ്പം നിൽക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിം അത് ചെയ്യില്ല. ഇത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഹോവ നേരിട്ട് വന്ന് യുദ്ധം ചെയ്യുന്നു. പിന്നെ പൊതുവെ ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വാളെടുത്തവൻ വാളാല പോകുമെന്നൊക്കെ പറഞ്ഞ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം ഉദ്ധരിക്കപ്പെടാറുണ്ട്. സത്യത്തിൽ അദ്ദേഹം തന്നെ വാളെടുക്കാനും പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ഞാൻ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി വന്നു എന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്രേ ഞാൻ സ്ഥാപിക്കുന്നതെന്ന്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുരിശ് സംഭവത്തിൻ്റെ ഇത്തിരി മുമ്പ് ഒരു പ്രതിരോധത്തെക്കുറിച്ച് മഹാനുഭാവൻ ആലോചിച്ചിരുന്നു. അതുകൊണ്ടാണ് പൊക്കണമുള്ളവൻ പൊക്കണം എടുക്കട്ടെ, വാളുള്ളവൻ വാളെടുക്കട്ടെ, വാളില്ലാത്തവൻ മടിശീല വിറ്റ് വാള് കൊള്ളട്ടെ എന്നൊക്കെ പറയുന്നത്. ഞാൻ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി വന്നു എന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളാണ് ഞാൻ സ്ഥാപിക്കുന്നത്. ഇപ്പം ഈ ഭാഗം മാത്രം അടർത്തിയെടുത്താൽ ഇതിന് ക്രൈസ്തവ പണ്ഡിതന്മാർ തെർത്തുല്യനെ പോലെയുള്ള അവരുടെ ആധികാരിക വിശദീകർത്താക്കളൊന്നും കൊടുത്ത വ്യാഖ്യാനമൊന്നും പരിഗണിക്കാതെ നമ്മൾ ആ ഭാഗം മാത്രം അടർത്തിയെടുത്താൽ യേശു സമാധാനം എന്നത് പൊളിച്ചെഴുതേണ്ടി വരും. പിന്നെ വാളെടുത്തവൻ വാളാല പോകുമെന്ന് രാജാവിൻ്റെ ഭൃത്യരോട് തന്നെ പിടിക്കാൻ വരുന്ന ആ സന്ദർഭത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്. അതും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം രാജാവിൻ്റെ വലിയൊരു പട്ടാളം സംഘവും വന്നിട്ട് പിടിക്കാൻ വരുമ്പോൾ ഇപ്പോൾ വാളെടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഉറയിലടിയെന്ന് പറയണ മാതിരിയാണെന്ന് പറയാം. നിവൃത്തികേട് കൊണ്ട് അങ്ങനെ വാളുറയിലിട്ടോളൂ, വാളെടുത്തവൻ വാളാല പോകും. കാരണം എന്തായാലും പോകും, കാരണം വലിയൊരു സംഘം പിടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ വാളെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും വാളാല പോകും. എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കാം? ഞാൻ വാൾ സ്ഥാപിക്കാൻ വേണ്ടി വന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഔദ്യോഗിക വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും, നമ്മളത് അംഗീകരിച്ചു കൊടുക്കേണ്ടിയും വരും. പക്ഷെ ആ ഭാഗത്തിൽ നിന്ന് മാത്രം ഖുർആനിലെ ഖിത്താലും ജിഹാദും മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ഇസ്ലാം ഒരു ഭീകരത എന്ന് വരുത്തുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും സമൂഹത്തെ പഠിപ്പിക്കേണ്ടതും. അല്ല, ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു വെച്ചത് ലോകചരിത്രത്തിൽ ഈ ഇസ്ലാമിൽ മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞതിൽ നിന്നൊരു കാര്യം പിടുത്തം കിട്ടി. ക്രൈസ്തവത പ്രതിനിധാനം ചെയ്യുന്ന വേദഗ്രന്ഥം എടുത്ത് വായിച്ചാലും ദുർവ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അല്ല, അതിൻ്റെ ആ സെൻസിലെടുത്ത് പറയുകയാണെങ്കിലും യുദ്ധം എന്ന് പറയുന്നത് അവിടേക്ക് ഒരു വിഷയമായി വന്നിട്ടുണ്ട്. അത് ലോക ചരിത്രത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വാർ ബിഫോർ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ലോറൻസ് എച്ച് കീലിയുടെ. അദ്ദേഹം പറയുന്നത് ലോകത്ത് നടന്നിട്ടുള്ള മുഴുവൻ സമുദായങ്ങളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ 90 to 95% യുദ്ധമില്ലാത്തൊരു സമൂഹം ഇവിടെ ജീവിച്ചിട്ടേ ഇല്ല. യുദ്ധം ഒരു സാമൂഹികമായ ഒരു ഘടകമായ ഒരു ജോൺ കീഗനൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു ആഗോള പ്രതിഭാസമായി എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ള ഒരു കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. എല്ലാവരും മറ്റൊരാളെ കീഴ്പ്പെടുത്താനോ അധികാരം സ്ഥാപിക്കാനോ വേണ്ടിയിട്ട് മാത്രമാവണമെന്നില്ല യുദ്ധം ചെയ്യുക. യുദ്ധം എന്ന് പറയുന്നത് പലപ്പോഴും ധാർമ്മികമായ ചില പ്രചോദനങ്ങൾ കൂടി അതിനുണ്ടാവാം. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം സത്യം പറഞ്ഞാൽ വർഗസമരങ്ങളുടെ ഒരു ചരിത്രമായിട്ടാണ് മനുഷ്യ ചരിത്രത്തെ നോക്കിക്കണ്ടത്. മാർക്സും എംഗൽസും അങ്ങനെ ഒരു ചിന്താഗതി മുന്നോട്ട് വെക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഹെഗൽ മുന്നോട്ട് വെച്ച ഫിലോസഫി ഓഫ് വാർ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അദ്ദേഹം അതിനെ ഫിലോസഫി ഓഫ് വാർ എന്ന് വിളിക്കുകയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ വേറെ ചിന്തിക്കേണ്ടതാണ്. ധാർമ്മികമായ ആശയങ്ങൾക്ക് വേണ്ടി, ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യ സമൂഹം എല്ലാ കാലത്തും യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നേരത്തെ അബ്ദുൽ ഖാരി ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഇസ്ലാം മാത്രമാണ് യുദ്ധത്തിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന തരത്തിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഖ്യാനങ്ങളെന്ന്. സത്യത്തിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, മോസ്റ്റ് ഫേമസ് വാർസ് അല്ലെങ്കിൽ ഫേമസ് ബാറ്റിൽസ്, ഹിസ്റ്റോറിക്കൽ ബാറ്റിൽസ് എന്നൊക്കെ വെറുതെ ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ലോകത്ത് നടന്ന എത്രയോ യുദ്ധങ്ങളുടെ നീണ്ട നിരയും ചരിത്രവും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയും. ഇതിലെവിടെയൊന്നും ഇസ്ലാം എന്നുള്ളത് ഒരു ചെറിയൊരു പേഴ്സൻറ്റേജ് ആയിട്ട് പോലും കടന്നു വരുന്നില്ല എന്നത് തന്നെയാണ് ഒരു പച്ച യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിലെ യുദ്ധത്തിനെ പൊലിപ്പിച്ച് കാട്ടേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യമാണ്. ആ ആവശ്യങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെടുന്നു എന്നതാണ്. അല്ലാതെ മനുഷ്യ സമൂഹത്തിൽ അതില്ലാതിരുന്നിട്ടില്ല. മനുഷ്യ സമൂഹത്തിൽ എല്ലാ കാലത്തും അത് ഉണ്ടായിട്ടുമുണ്ട്. ഇസ്ലാം എവിടെയെങ്കിലും യുദ്ധത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിന് സ്വാഭാവികമായ ചില താല്പര്യമുണ്ട്. കാരണം സമൂഹത്തിൻ്റെ ഘടനയിൽ സ്വാഭാവികമായി കടന്നു വരുന്ന ഈ പ്രതിഭാസത്തിന് സമഗ്രമായ വ്യവസ്ഥിതി എന്ന നിലക്ക് ഇസ്ലാം കൃത്യമായ മാനദണ്ഡങ്ങളും മര്യാദകളും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ തീർത്തും അൺസ്റ്റേബിളായ ഒരു സമൂഹമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിനെ പ്രതിരോധിക്കൽ സ്വാഭാവികമായിട്ടും യുദ്ധനയങ്ങൾ പറയുമ്പോൾ കടന്നു വരേണ്ട ഒരു ആവശ്യം കൂടിയാണ്. നമ്മുടെ ഈ മതങ്ങളുടെ യുദ്ധചരിത്രം പറയുമ്പോൾ എന്തായാലും ഹൈന്ദവ മതത്തിലെ യുദ്ധചരിത്രത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും ഹൈന്ദവത സാധാരണ പോലെ പറയുന്നത് തന്നെ അഹിംസോ പരമധർമ്മ എന്നാണ്. അഹിംസ അതിൻ്റെതായ തലത്തിൽ നീങ്ങുമ്പോൾ തന്നെ ആവശ്യഘട്ടത്തിൽ നിരന്തരമായ യുദ്ധങ്ങൾ അവിടെയും നടക്കുന്നു. നമ്മളിപ്പോൾ ഇതിഹാസങ്ങളും പുരാണങ്ങളും ആവുന്ന അവരുടെ പുസ്തകങ്ങളുടെ ലാസ്റ്റ് ശ്രേണി പഠിച്ചാൽ ഈ ഭഗവത്ഗീതയുടെ പശ്ചാത്തലം തന്നെ ഒരു യുദ്ധമാണെന്ന് തോന്നുന്നു. ഭഗവത്ഗീതയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കൗരവരും പാണ്ഡവരും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ പാണ്ഡവരുടെ അർജുനൻ അദ്ദേഹം തൻ്റെ ഗുരുവാവുന്ന ദുര്യോധനനും പൂർവ്വ പിതാക്കളാകുന്ന ഭീഷ്മരും ഒക്കെ ഇങ്ങനെ അപ്പുറത്തെ ചേരിയിൽ കാണുമ്പോൾ അവരോട് യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാവുകയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തെ മോട്ടിവേഷൻ നടത്തിയില്ലെങ്കിൽ പാണ്ഡവർ പരാജയപ്പെടുമെന്നുള്ള ഉറപ്പ് കാരണം അർജുനൻ്റെ തേരിൻ്റെ ഡ്രൈവർ സാരഥി കൃഷ്ണൻ നടത്തുന്ന ഒരു ദീർഘമായ 18 അധ്യായം നീണ്ടു നിൽക്കുന്ന ഒരു കവിതാ സമാഹാരമാണ് ഭഗവത്ഗീത. അതിൽ 2-ാം അധ്യായത്തിൻ്റെ പേര് തന്നെ അർജുന വിഷാദ യോഗം എന്നാണ്. എന്ന് വെച്ചാൽ അർജുനനിൽ ടെൻഷൻ അടിച്ചതിനെ കുറിച്ച് പറയുന്ന ഭാഗം. അതിൻ്റെ 37-ാം ശ്ലോകത്തിൽ ശരിക്ക് ഹതവാ പ്രാപ്സ്യസ്യ സ്വർഗം ജിത്തോവാം ബോക്ഷസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്ധേയ യുദ്ധായ കൃതനിശ്ചയ. രക്തസാക്ഷിയായാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് മുഹമ്മദ് നബി യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ ഉള്ളൊരു വിമർശനം വ്യാപകമാണ്. അതിൻ്റെ ഒരു നിങ്ങളെ പറഞ്ഞതിൻ്റെ ഒരു മലയാള പരിഭാഷ കവിത ഇറങ്ങിയിട്ടുണ്ട്, അവരെന്നെ ഇറക്കിയതാണ്. മരിക്കുകിൽ സ്വർഗമെത്താം, ജയിച്ചാൽ ഭൂമി വാണിടാം, അതിനാൽ എഴുന്നേൽക്കണം യുദ്ധം ചെയ്യാൻ ഉറച്ചു നീ. അതാണ് യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട് ഉത്തിഷ്ഠ എഴുന്നേൽക്കുക. അവിടെ പറയുന്നത് നീ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ നിനക്ക് സ്വർഗം കിട്ടുന്നതാണ്. ഇത് തന്നെ യുദ്ധത്തെക്കുറിച്ച് പറയുന്ന മനുസ്മൃതിയുടെ 7-ാം അധ്യായത്തിൻ്റെ 86-ാമത്തെ വാക്യത്തിലുണ്ട്. അവിടെ ഫിഖ് ചർച്ച ചെയ്യാണ്. ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ യുദ്ധം ചെയ്ത് മരണപ്പെടുന്ന രാജാവ് പടയാളികൾ സ്വർഗം അവകാശമാക്കുന്നു. പിന്നെ ഗനീമത്ത് സ്വീകരിക്കേണ്ടതും ഈ യുദ്ധത്തിൽ പിടിക്കുന്ന സ്ത്രീകളും കുതിരകളും സമ്പത്തുമൊക്കെ യുദ്ധം ജയിച്ചവൻ അവകാശപ്പെട്ടതാണെന്നും അതെങ്ങനെ ഓഹരി വെക്കണമെന്നൊക്കെ കൃത്യമായി മനുസ്മൃതി പറയുന്നുണ്ട്. നമ്മുടെ ഗാന്ധാരി വിലാപം നമുക്കൊക്കെ അറിയുന്നതാണ്, നമ്മുടെ നാട്ടിൽ ആശ ഉണ്ടാക്കിയതാണ്. യുദ്ധം കഴിഞ്ഞ് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് അവരുടെ എല്ലാ മഹാന്മാരും മരണപ്പെട്ട് കർണൻ മരിച്ച് ഈ ഗാന്ധാരി തൻ്റെ ഒരു മകളെ കെട്ടിക്കണം എന്ന് കരുതിയായിരുന്നു, അർജുനൻ്റെ മകനാകുന്ന അഭിമന്യുവിന്. ആ കുട്ടിയൊക്കെ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് വളരെ വിഷമത്തോടു കൂടെ കൃഷ്ണനോട് പറയുന്നത് ഇതിനായിരുന്നോ നിൻ്റെ അവതാരം എന്നായിരുന്നു. അപ്പോൾ നാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ എല്ലാ സംസ്കാരങ്ങളിലും സംസ്കൃതിയിലും യുദ്ധം ഉണ്ടായിട്ടുണ്ട്.